ഹായ് ഹലോ ഓൾ വെൽക്കം ടു എഡ്യൂസാറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സൗണ്ട് വേവ്സിൻ്റെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ടോപ്പിക് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കുറച്ച് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചു അല്ലേ, സവിശേഷതകൾ പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, വേവ് ലെങ്ത്ത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലംസും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലത്തിന് വേണ്ടി മാത്രമായിട്ടൊരു സെക്ഷൻ പോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനുകൾ ഗ്രാഫ് തന്നിട്ട് വേവിൻ്റെ ഗ്രാഫ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. The state of the particle in a wave at a particular time is depicted in the figure. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലായിട്ട് ക്വസ്റ്റ്യൻസ് രണ്ടും വേറെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഗ്രാഫ്, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് നോക്കുക, ഇതൊരു വേവിൻ്റെ ഗ്രാഫാണല്ലോ. ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം ഇത് ഏത് വേവ് ആണെടാ? ഇത് ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലേ, അനുപ്രസ്ഥ തരംഗങ്ങളല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളുണ്ട്? ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ ദ ഫിഗർ എന്നാണ് ചോദ്യം. ചെറിയൊരു ചോദ്യമാണ്, എന്നാലും നിങ്ങൾക്ക് ഒരു പരിചയപ്പെടാൻ വേണ്ടി അല്ലേ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയല്ലേ ശൃംഗങ്ങൾ അഥവാ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്നു നിൽക്കുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗങ്ങളെയാണ് എന്ത് പറയുക? ക്രസ്റ്റ് എന്നും, താഴ്ന്നു നിൽക്കുന്ന ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ട്രഫ് അഥവാ ഗർത്തങ്ങൾ എന്നും പറയാം. ഇവിടെ ക്രസ്റ്റ് മാത്രമാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ശൃംഗങ്ങൾ മാത്രമാണ് ചോദിച്ചത്. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 1, അതുപോലെ എന്താ 2, അതുപോലെ എന്താണ് 3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ശൃംഗങ്ങൾ അഥവാ എത്ര ക്രസ്റ്റ് ഉണ്ട്? ഇവിടെ 3 ക്രസ്റ്റ് അഥവാ 3 ശൃംഗങ്ങളുണ്ട്. ഇനി അടുത്ത എത്ര ഗർത്തങ്ങളുണ്ട് അഥവാ എത്ര ട്രഫ് ഉണ്ടെന്നാണ് ചോദിച്ചത്. സെയിം ആണ്, 1, 2, 3. അപ്പോൾ ഇവിടെ എത്ര ക്രസ്റ്റ് ഉണ്ട്? 3. എത്ര ട്രഫ് ഉണ്ട്? 3 അല്ലേ. 3 ശൃംഗങ്ങളും 3 ഗർത്തങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം എത്രയാണ് എന്നാണ് ചോദിച്ചത്. എങ്ങനെയാടാ കാണുക? ഒരുപാട് മെത്തേഡ് ഉണ്ട് അല്ലേ. ലാസ്റ്റ് പറഞ്ഞാ എന്താണ്? ദ വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent ക്രസ്റ്റ് അല്ലെങ്കിൽ 2 adjacent ട്രഫ് അല്ലേ. അടുത്തടുത്ത് കിടക്കുന്ന 2 ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത് കിടക്കുന്ന 2 ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുക. ഇനി അതല്ല എങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ലെങ്ത്തിനെയാണ് എന്ത് പറയുക? അതിൻ്റെ വേവ് ലെങ്ത്ത് എന്ന് പറയുക. അങ്ങനെ ആലോചിച്ചാലും പോരെ. ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ലെങ്ത്തിനെയാണ് എന്ത് പറയുന്നത്? വേവ് ലെങ്ത്. നോക്കടാ, ഇതാ ഈ O മുതൽ അല്ലെ 0 മുതൽ ഇവിടെ വന്ന് 4 വഴി നേരെ 8 ഇതാ ഇവിടം വരെ അല്ലേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എന്തായിരിക്കും ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, നോക്കിയാൽ മതി, ഗ്രാഫാണ്. അതാ 0 മുതൽ ഈ പോയിന്റ് മുതൽ ഇതാ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടം വരെ എടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? 8 ആണ്. അതായത് ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞതാ വേവ് ലെങ്ത് സിമ്പിൾ എന്താ? ലാംഡ. സോ ലാംഡ ഈസ് ഈക്വൽ ടു എത്ര? 8. എന്തിലാ? യൂണിറ്റ് മീറ്റർ. പറഞ്ഞതല്ലേ, തരംഗ ദൈർഘ്യത്തിന്റെ സിമ്പൽ ലാംഡയാണ്, യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാടാ? നോക്കടോ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ 0 to ഇതാ ഇവിടം വരെയല്ലേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാ? 0 to 8 അല്ലേ. അതായത് 8 മീറ്റർ ആണ് ഇവിടുത്തെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. അത് ഏതെടുത്താലും കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഡെഫിനേഷൻ സിസ്റ്റം പോലെ ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അടുത്ത് നോക്കാം. അഡ്ജസെന്റ് ക്രസ്റ്റ് ഓർ അഡ്ജസെന്റ് ട്രഫ് എന്നല്ലേ പറഞ്ഞ്. നോക്ക്, ഇതല്ലേ ട്രഫ്. ഇത് പക്ഷെ കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം ഗ്രാഫ് കുറച്ച് കൃത്യമായിട്ട് അറിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. എന്നാൽ നോക്കുക, ഞാൻ സാറ് കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കുക. ഓക്കെ അല്ലേ. ഇവിടെ അല്ലടാ 0, ഇതല്ലേ 4. അപ്പോൾ ഈ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കുംടാ? 0 മുതൽ 4 വരെ. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2 അല്ലേ. ക്ലിയർ. അതേപോലെ അടുത്തടുത്ത് എന്താണ് വരുന്നത്? ഈ 8 മുതൽ 12 വരെ. മൊത്തത്തിൽ 4 മീറ്റർ അല്ലടാ ഉള്ളത്. 8 മുതൽ 12, 8, 9, 10, 11, 12. 8 കൂട്ടണ്ട, 9, 10, 11, 12, 4 അല്ലേ വരുന്നേ. 8 മുതൽ 12 വരെ 4. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി എത്രയാണ് വരുന്നത്? ഇവിടെ നോക്ക്, 8ൻ്റെയും 12ൻ്റെയും ഇടയിൽ വരുന്ന നമ്പർ എത്രയായിരിക്കും? പറഞ്ഞേ, 8ന്ന് 2 കൂട്ടിയാൽ എത്രയാ വരിക? 10 അല്ലേ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ.
അപ്പോൾ നോക്കടാ, ഇവിടം മുതൽ 2, ഇവിടം വരെ 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 2 മീറ്ററിൽ നിന്ന് 10 മീറ്ററിലേക്കുള്ള ദൂരം, അതല്ലേ വേവ് ലെങ്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് ക്രസ്റ്റ്. അങ്ങനെയും പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിലും എത്രയാ വരിക? 2-8, 2-10 ആവാൻ എത്ര വേണടാ? 8 മീറ്റർ അല്ലേ വേണ്ടത്? അങ്ങനെയും കിട്ടും. എങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം. എല്ലാ ആൻസറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഈസിയസ്റ്റ് മെത്തേഡ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഏതാ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതിൽ ഏറ്റവും സുഖം. അങ്ങനെയാണ് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 0 to 8 അല്ലേ? അതല്ലേ ട്രാവൽ ചെയ്തത്. അപ്പോൾ 8 മീറ്റർ അല്ലേ ഇവിടെ വരിക. സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു 8 മീറ്റർ എന്ന് എഴുതാം. സിമ്പിൾ ചോദ്യം. സോ അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇതാണ് ആ ചോദ്യം. ക്ലിയർ അല്ല? ആൻസർ ഞാൻ സാറ് എഴുതിയിട്ടുണ്ട്. നാളെ നോക്കാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. എല്ലാത്തിൻ്റെയും വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെ 2 ഫിഗർ ഉണ്ട്. ഇത് ഫിഗർ നമ്പർ 1, ഇത് ഫിഗർ നമ്പർ 2. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒന്നാമത്തെ ഫിഗറിൽ വേവ് ലെങ്ത് നോക്കണം. അവിടെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്റ്റൻസും ആണ് കേട്ടോ. വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംപ്ലിറ്റ്യൂഡ് കാണാനാണ്, പക്ഷെ നമുക്ക് ഇവിടെ വാല്യൂ തന്നിട്ടില്ല. സോ അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് കാണാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അതാ ഈ ഡിസ്റ്റൻസ് അല്ലെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. അതല്ലേ പറഞ്ഞത്? തുലന സ്ഥാനത്ത് നിന്നുള്ള മാക്സിമം ദൂരത്തിനെയല്ലേ ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതിന്ന് വിളിച്ചത്. ഇവിടെ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം ടെസ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, അതിൽ ഈ ഗ്രാഫിൽ നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്കത് വേണ്ട. ഇവിടെ വേവ് ലെങ്ത് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ പറഞ്ഞ പോലെ വേഗം കണ്ടേ. എന്താ വേവ് ലെങ്ത് വരിക? സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്താൽ പോരെ. എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ലെങ്ത്തിനല്ലേ. നോക്കടാ, ഇവിടുന്ന് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ലെങ്ത്താണ് എടുത്തിട്ടുള്ളത്? 0 to 4. നോക്കടാ, 0 to 4 എന്ന് പറഞ്ഞാൽ എത്രയും വരും? ഇവിടം വരെ അല്ലേ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ആ 0 മുതൽ 4 വരെ എത്ര സെന്റിമീറ്റർ ആടാ പോയത്? സെന്റിമീറ്ററിലല്ല, സോറി, വേവ് ലെങ്ത് എപ്പോഴും മീറ്ററിലാണ് കേട്ടോ പറയേണ്ടത്. വേവ് ലെങ്ത് മീറ്ററിലാണ് പറയല്. ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ എന്തിൽ പറയല്? സെന്റിമീറ്റർ ആണേ സെന്റിമീറ്റർ, മീറ്റർ ആണ് മീറ്റർ. ഓക്കെ, റെഡി. അങ്ങനെയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ആണ്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? മീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് എത്രയാണ്? ഇവിടെ 4 മീറ്റർ ആണ്. കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേവ് ലെങ്ത് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടം മുതൽ ഇവിടം വരെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും അല്ലെ, ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നല്ലേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അല്ലേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടം വരെ അല്ലേ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് ആ വേവ് ട്രാവൽ ചെയ്തു നോക്കടാ. എത്ര ട്രാവൽ ചെയ്തു? അതല്ലേ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡ എത്രയാ? 0 to 2, 2 മീറ്റർ അല്ലേ? 2 മീറ്റർ കിട്ടി. അത് അവിടെ താഴെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫിഗർ നമ്പർ 1.14a അതാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാ വേവ് ലെങ്ത്? എത്രയാ വേവ് ലെങ്ത്? ഈക്വൽ ടു 4 മീറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിഗർ നമ്പർ 1.14b നോക്കടാ. എത്രയാടാ വേവ് ലെങ്ത്? 1 കംപ്ലീറ്റ് വേവ് അല്ലെ, 1 ക്രസ്റ്റ് 1 ട്രഫ് അല്ലേ ഒരു വേവ് എന്ന് പറഞ്ഞാൽ. അത് 0 മീറ്റർ ടു 2 മീറ്റർ വരെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വേവ് ലെങ്ത് പറഞ്ഞാൽ എത്രയാണ്? 2 മീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിച്ചതാണ്, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സിമ്പിൾ അല്ലേ? അപ്പോൾ വേവ് ലെങ്ത് കാണാൻ എന്തായാലും ഉണ്ടാവും. ഇതുപോലെ ഒരു ഗ്രാഫ് വന്നിട്ട് വേവ് ലെങ്ത് കാണാൻ മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഒരു ടോപ്പിക് കൂടി പഠിക്കണം, ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെക്കണം. ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അറിയണം. നമ്മൾ എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പഠിച്ചതല്ലേ ഇന്നലെ അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഇതാണ് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ്, അതല്ലേ പറഞ്ഞത്? ഓക്കെ, ഒരു സൈക്കിൾ അല്ലെ, നമ്പർ ഓഫ് സൈക്കിൾസ് അല്ലേ? എന്താണ് നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്, അതല്ലേ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 ടൈം പീരീഡ് എടുത്താലും മതി, അത് നിങ്ങളിഷ്ടം പോലെ. സോ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വേവ് ലെങ്ത് ഡെഫിനേഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ, ഇഷ്ടം പോലെ ഡെഫിനേഷൻസ് നമ്മൾ ചെയ്തതല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കണ്ടേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അഥവാ വിപരീത അനുപാതത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങനെ പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അഥവാ വിപരീത അനുപാതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ കൂടുമ്പോൾ മറ്റാൾ കുറയും. അതായത് ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അഥവാ വിപരീത അനുപാതത്തിലാണെന്ന്. നോക്കടാ, ദാറ്റ് മീൻസ് വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ്, കാണുന്നുണ്ടല്ലോ അല്ലെ? എന്താണ്? ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ
എന്ത് ചെയ്യും? വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യും. അഥവാ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്താൽ വേവ് ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഈ ഫിഗർ തന്നെ എടുത്തോ. ഈ ഫിഗർ വെച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ഇവിടെ നോക്ക്, ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാ നോക്കിയാൽ മതി. ഒന്നാമത്തെ ഫിഗറിൽ വേവ് ലെങ്ത് എത്രയാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്? എത്രയാ? 4 മീറ്ററാ. ക്ലിയർ അല്ലേ? അവിടുത്തെ ഫ്രീക്വൻസി നോക്കടാ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ നിങ്ങൾ പറഞ്ഞല്ലേ 1 സെക്കൻഡിനകത്തുള്ള അല്ലേ? അങ്ങനെയാണ് നോക്കടാ. ഇവിടെ 12 മീറ്റർ ട്രാവൽ ചെയ്യാൻ ഈ വേവ് 1 സെക്കൻഡ് എടുത്തു എന്നങ്ങ് വിചാരിച്ചോ. കിട്ടിയില്ലേ? ഈ 2 വേവും 12 മീറ്റർ ട്രാവൽ, അത് മൊത്തം ട്രാവൽ ചെയ്യാൻ 1 സെക്കൻഡ് സമയം കൊണ്ട് അത് 12 മീറ്റർ ഈ 2 വേവും ട്രാവൽ ചെയ്ത്. ഈ 2 വേവിനും സഞ്ചരിക്കാൻ 1 സെക്കൻഡ് സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 12 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ ഈ 2 ഫിഗറിലും ഫ്രീക്വൻസി ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ക്ലിയർ അല്ലേ? നമുക്ക് തന്നെ കാണാം. നോക്കടാ, ഒന്നാമത്തെ ഫിഗറിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞത്? ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി മാർക്ക് ചെയ്യേ. നോക്കണേ, ഈ 2 ഫിഗറിനകത്തും എന്താണ്? 1 സെക്കൻഡ് സമയം കൊണ്ടാണ് ഈ 2 വേവും എന്ത് ചെയ്തത്? 12 മീറ്റർ ട്രാവൽ ചെയ്തതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്രീക്വൻസി നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒന്നാമത്തെ ഫിഗർ കാണാം. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് അല്ലേ? 1 സെക്കൻഡിൽ ആ വേവ് സഞ്ചരിച്ച അല്ലെങ്കിൽ നടന്ന സൈക്കിളുകളുടെ എണ്ണത്തിനല്ലേ പറയാ. അപ്പം അങ്ങനെ നോക്കണം, എത്ര സൈക്കിളുടെ ഉണ്ട് നോക്കിയേ? 1 അല്ലേ? അതാ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഒരു ഗർത്തവും ഒരു ശൃംഗവും ചേർന്നല്ലേ ഒരു സൈക്കിൾ. അപ്പോൾ ഇതോടെ ഒരു സൈക്കിൾ കഴിഞ്ഞോ? ഇല്ല. വീണ്ടും ഒരു ക്രസ്റ്റും ഒരു ട്രഫും. ഇതാ രണ്ടാമത്തെ സൈക്കിൾ. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത് മൂന്നാമത്തെ സൈക്കിൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫിഗറിൽ എത്ര, അല്ലെങ്കിൽ ഒന്നാമത്തെ ഫിഗറിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാ ഇവിടം വരെ 4 വരെ ഒരു സൈക്കിള്, 4 മുതൽ 8 വരെ അടുത്ത സൈക്കിള്, 8 മുതൽ 12 വരെ അടുത്ത സൈക്കിള്. അപ്പോൾ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 1 അല്ലേ? 2, അതേപോലെ എത്ര? 3. 3 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് എത്ര? ഫ്രീക്വൻസി കാണാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് എന്നല്ലേ? അപ്പോൾ ഇവിടെ 3/1 സെക്കൻഡ് അല്ലേ? 1. അപ്പോൾ 3/1 എത്രയാടാ? 3 ഹേർട്സ്. ഒന്നാമത്തെ ഫിഗറിൽ ഫ്രീക്വൻസി എത്രയാണ്? 3 ഹേർട്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഫിഗറിലെ ഫ്രീക്വൻസി ഒന്ന് കണ്ടുനോക്കാം. നോക്കടാ, ഏതൊക്കെയാ വരിക? ഇതാണ്. നോക്ക്, ഞാൻ ഹൈലൈറ്റ് ചെയ്യാം, അപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ തരാം. ഇവിടെ നോക്കടാ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും അല്ലേ? ഒരു ശൃംഗവും ഒരു ഗർത്തവും അത് എന്തായി? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി ആണല്ലോ. അടുത്ത വേറെ ഫിഗറിൽ കളർ കാണിക്കാം. ദാ ഒരു ക്രസ്റ്റും ഒരു ട്രഫും രണ്ടാമത്തെ എന്ത് ചെയ്തു? സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ സൈക്കിൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നാലാമത്തെ നോക്കുക. ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്. അപ്പോൾ എത്ര എണ്ണായി? 4 എണ്ണായി. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. റെഡി അല്ലേ? ഓക്കെ, അടുത്ത കളറിൽ ഇതാ ഒരു ക്രസ്റ്റും ഒരു ട്രഫും. എത്ര എണ്ണായി? 5 എണ്ണായി. ലാസ്റ്റ് 1. ക്ലിയർ അല്ലേ? ഇതാ ഒരു ക്രസ്റ്റും ഒരു ട്രഫും. നോക്കടാ, ഇവിടെ ഞാൻ പല കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഇവിടെ ഏതാണ്? ക്ലിയർ അല്ലേ? അല്ലെ? എത്ര സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു? ഞാൻ മാർക്ക് ചെയ്താം. 1. 0 to 2 ഒരു സൈക്കിൾ അല്ലേ? 2 to 4 രണ്ടാമത്തെ സൈക്കിൾ, 4 to 6 മൂന്നാമത്തെ സൈക്കിൾ, 6 to 8 നാലാമത്തെ സൈക്കിൾ, 8 to 10 അഞ്ചാമത്തെ സൈക്കിൾ. അങ്ങനെയാണ് 10 to 12 ആറാമത്തെ സൈക്കിൾ. ഇവിടെ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? ഈ വേവ് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഫിഗറിലെ വേവ് എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 1 സെക്കൻഡിൽ 6 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം ഈ 0 മുതൽ 12 മീറ്റർ വരെ ട്രാവൽ ചെയ്ത് വരാൻ ഈ വേവ് എടുക്കുന്ന ടൈം എന്താണ്? 1 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു? 6 എണ്ണം. അങ്ങനെയാണ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചേ. F is equal to നമ്പർ ഓഫ് സൈക്കിൾ എത്രയാ? 6 ഡിവൈഡഡ് ബൈ എത്രയാ? 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എടുത്ത സൈക്കിൾ അല്ലേ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ 6/1 ആൻസർ എത്രയാ വരിക? 6/1. എത്രയുടെ ആൻസർ? 6 ഹേർട്സ് അല്ലേ? അങ്ങനെയാണ് രണ്ടിൻ്റെ ഫ്രീക്വൻസി കിട്ടിയേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കടാ, ആദ്യത്തെ ഫിഗറിൻ്റെ ഫ്രീക്വൻസി 3 ആണ്. രണ്ടാമത്തെ ഫിഗറിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രാഫിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? ആദ്യത്തതിൻ്റെത് 3 കിട്ടിയതാ ഇവിടെ ഉണ്ട്. രണ്ടാമത്തിൻ്റെ എത്രയാണ്? 6. ഈ 2 ഫ്രീക്വൻസി നിങ്ങൾ കണ്ട്. ഇനി നിങ്ങൾ നോക്കടാ, വേവ് ലെങ്ത്തും ഫ്രീക്വൻസി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. അതായത് ഇവിടുന്ന് ഫിഗറിന് മനസ്സിലാവും. ഒന്നാമത്തെ വേവ് ലെങ്ത് എത്രയാ? 4.
രണ്ടാമത്തെ വേവ് ലെങ്ത് എത്രയാ? 2. തരംഗദൈർഘ്യം ആദ്യത്തിൻ്റെത് 4ഉം രണ്ടാമത്തിൻ്റെത് 2ഉമാണ്. അങ്ങനെയാണെങ്കിൽ ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്താടാ? ഒന്നാമത്തെ ഫിഗറിൽ ഫ്രീക്വൻസി 3 ആയപ്പോൾ അല്ലേ, ഫ്രീക്വൻസി F 3 ആയപ്പോൾ വേവ് ലെങ്ത് എത്രയാണ്? 4 ആണ്. രണ്ടാമത്തെ ഫിഗറിൽ ഫ്രീക്വൻസി എത്രയായി? 6 ആയി. വേവ് ലെങ്ത് എത്രയാണ്? 2 ആണ്. ഇത് നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഫ്രീക്വൻസി കൂടി 3 എന്നുള്ളത് 6 ആയില്ലേ, അപ്പൊ വേവ് ലെങ്ത് 4 എന്നുള്ളത് 2 ആവുക എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ലെങ്ത് കുറഞ്ഞു. അല്ല എങ്ങനെയും പറയാം, നോക്കിക്കോ, ഫ്രീക്വൻസി ഇവിടെ എത്രയാ? 6 അല്ലേ? 6 ഫ്രീക്വൻസി ഉള്ള സാധനം ഇപ്പൊ ഇവിടെ എത്രയായി? 3 ആയി. അപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞതല്ലേ, അപ്പൊ ഇവിടെ 2 വേവ് ലെങ്ത് ഉള്ളത് എത്രയായി? 4 ആയി. അപ്പൊ വേവ് ലെങ്ത് കൂടി. അപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞ വേവ് ലെങ്ത് കൂടും, ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും. അതായത് ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു, ആവൃത്തി കുറയുമ്പോൾ തരംഗദൈർഘ്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അടുത്ത കണ്ട വൈബ്രേഷൻസ് അടുത്തടുത്ത് വരിക. ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? വൈബ്രേഷൻസ് അടുത്തടുത്ത് വരും. രണ്ടാമത്തെ ഫിഗറിൽ ഫ്രീക്വൻസി 6, ഫ്രീക്വൻസി കൂടുതലാണ്, അപ്പോൾ വൈബ്രേഷൻസ് എന്തായി? അടുത്തടുത്ത് വന്നു. വേവ് എന്തായി? അടുത്തടുത്ത് വന്നു. എടാ വേവ് അടുത്തടുത്ത് വരുമ്പോൾ ആ വേവിന്റെ ലെങ്ത് കുറയല്ലേ ചെയ്യുക. ഇനി ഫ്രീക്വൻസി ഫസ്റ്റ് ഫിഗർ നോക്ക്, ഒന്നാമത്തെ ഫിഗർ, ഈ ഫിഗർ നോക്കിയേ, അവിടെ എന്താ? ഫ്രീക്വൻസി കുറഞ്ഞു, അതായത് വേവിന്റെ ലെങ്ത് കൂടിയില്ലേ. എടാ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവുകൾ അടുത്തടുത്ത് വരും, അപ്പോൾ ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് ദൂരോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത് കൂടും. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പഠിച്ചു വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ്? സ്പീഡ് ഓഫ് വേവ് അഥവാ തരംഗത്തിന്റെ വേഗം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വേവ്, ഓരോ വേവും ട്രാവൽ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സ്പീഡിലായിരിക്കും അല്ലേ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പോകുമ്പോൾ എല്ലാ വണ്ടി ഒരേ സ്പീഡിലാണോ പോവുക? അല്ല. അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു സ്പീഡ് ഉണ്ടാവൂലേ, ചെറിയ മെല്ലെയോ ഭയങ്കര സ്പീഡോ എന്തോ ആയിക്കോട്ടെ, ഒരു വണ്ടി നമ്മൾ പോകുമ്പോൾ അതിനെന്തായാലും സ്പീഡ് ഉണ്ടാവുമല്ലോ, 0 അല്ലല്ലോ. ഒരു സാധനം മൂവ് ചെയ്യുമ്പോൾ അതിനെന്തായാലും സ്പീഡ് ഉണ്ടാവൂലേ. അതേപോലെ ഒരു വേവ് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ വേവ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വേവ്സിന് എന്തുണ്ടാവും? സ്പീഡ് ഉണ്ടാവും അല്ലേ. തരംഗങ്ങൾക്ക് എന്തുണ്ടാവും? വേഗത ഉണ്ടാവും. ആ വേഗതനെ പറയുന്ന പേരാണെന്ത്? തരംഗ വേഗത അല്ലെങ്കിൽ തരംഗവേഗം, അതല്ലെങ്കിൽ സ്പീഡ് ഓഫ് വേവ്. എന്താ നോക്കടാ? ദ സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ആ വേവ് എത്ര ദൂരം സഞ്ചരിച്ചു അതിനെയാണ് എന്ത് പറയുക? ആ വേവിന്റെ സ്പീഡ് എന്ന് പറയുക. ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം, നോക്കടാ. ഡെഫിനേഷൻസ് മാത്രം പഠിച്ചേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. അല്ല ഇങ്ങനെ പറയാം, v is equal to ഡിസ്റ്റൻസ് ബൈ ടി എന്ന് പഠിച്ചാൽ മതി. എന്താ v എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡിന്റെ സിമ്പലാണ് എന്ത്? v. തരംഗ വേഗതയുടെ സിമ്പലാണ് എന്ത് എന്ന് പറയുന്നത്? v. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. അങ്ങനെയും പറയാം, 1 സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിച്ച ദൂരമാണ് തരംഗ വേഗത. തരംഗ വേഗതയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായിക്കോ, 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ. വേഗതയുടെ യൂണിറ്റ് എന്താടാ? മീറ്റർ പെർ സെക്കൻഡാ. ഇത്ര സെക്കൻഡിൽ ഇത്ര മീറ്റർ ട്രാവൽ ചെയ്തു എന്നാ പറയാ. ക്ലിയർ അല്ലേ? നമ്മൾ കാറിന്റെ കേസ് എടുക്കണ്ട, കാറ് ബൈക്കൊക്കെ എടുക്കുമ്പോൾ കിലോമീറ്റർ പെർ ഹവർ, അതായത് ഇത്ര മണിക്കൂറിൽ ഇത്ര ട്രാവൽ ചെയ്തു എന്നാ പറയാ. ഇവിടെ പക്ഷേ നമ്മൾ വേവിന്റെ കേസിൽ ഇത്ര സെക്കൻഡിൽ ഇത്ര മീറ്റർ ട്രാവൽ ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിക്കോ, ഒരു സ്പീഡിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് വേവിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇക്വേഷൻ എന്താ? d/t. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ഇത് ഈ പാഠത്തിൽ പഠിച്ച എല്ലാ ഇക്വേഷനും കൂടി ചേർത്തിട്ടാണ് നമുക്ക് എന്ത് വരിക? ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഓണപരീക്ഷയ്ക്കായിക്കോട്ടെ പബ്ലിക് എക്സാമിനായിക്കോട്ടെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എല്ലാ ഇക്വേഷനും കയ്യിലുണ്ടെങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, കണ്ടു ഞെട്ടണ്ട. സോ എന്താ v എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് അല്ലേ. അപ്പോൾ v is equal to ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചു വെച്ചോ. നേരത്തെ ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യം വരും. എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് പ്രോബ്ലം ചെയ്യാം. v is equal to എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതല്ലാതെ സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, ഒരു വേവിന്റെ സ്പീഡും അതിന്റെ ഫ്രീക്വൻസിയും അതിന്റെ വേവ് ലെങ്ത്തും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അത് കാണിക്കുന്ന ഇക്വേഷനാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ്? വേവിന്റെ സ്പീഡ് v is equal to എന്താ? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഓക്കെ അല്ലേ? ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് സ്പീഡ് കിട്ടും. നോക്കാം നമുക്ക് കിട്ടുമോ എന്നുള്ളത്. ഇവിടെ നമുക്കറിയാം എത്രയാടാ ഫ്രീക്വൻസി? 3. ഇവിടെ എത്രയാടാ വേവ് ലെങ്ത്?
4. അങ്ങനെയാണെങ്കിൽ 4 × 3 എത്രയാ വരിക? 12. ക്ലിയർ അല്ലേ? 12 m/s ആണ് ഇവിടുത്തെ എന്ത് എന്ന് പറയുന്നത്? സ്പീഡ്. ഇവിടെ അത് തന്നെയല്ലേ നോക്കടാ. രണ്ടാമത്തെ വേവിൻ്റെ നോക്ക്. രണ്ടാമത്തെ വേവ് എന്താ? ഫ്രീക്വൻസി 6, എന്താണ് വേവ് ലെങ്ത് 2. സോ 6 × 2 എത്രയാടാ? 12 m/s ആണ് ഈ രണ്ടാമത്തെ വേവിൻ്റെയും സ്പീഡ് അല്ലേ? നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഇതൊക്കെ ഞാൻ വായിക്കുകയാണ് കേട്ടോ. ക്ലിയർ അല്ലേ? എന്താണ് നോക്കടാ, എന്താ പഠിച്ചത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്ക്, സ്പീഡ് V = എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് ആ 2 ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡി എത്രയാ ഇവിടെ? ഡിസ്റ്റൻസ്. ഒന്നാമത്തെ ഫിഗർ എടുത്തോ. ഈ ഫിഗർ എടുക്കാം. ഫസ്റ്റ് ഫിഗർ. ഈ ഫസ്റ്റ് ഫിഗറിൽ 1 സെക്കൻഡ് സമയം, ഞാൻ നേരത്തെ പറഞ്ഞതാ, 1 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത് 12 മീറ്റർ ട്രാവൽ ചെയ്ത് വിചാരിച്ചോ. അങ്ങനെയാണ് ഈ വേവിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 12 അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് എന്തെടുക്കാം? 12 മീറ്റർ എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? സമയമല്ലേ? എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ആ തരംഗം സഞ്ചരിച്ച ദൂരല്ലേ? അങ്ങനെയാണ് ഇവിടെ നോക്കടാ. ഇവിടെ 1 സെക്കൻഡ് കൊണ്ട് 12 അല്ലേ സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ ടൈം എത്ര എടുക്കുക? 1. അങ്ങനെയാണ് പറഞ്ഞേ 12/1 എത്രയാ? 12 m/s. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാലും സ്പീഡ് കിട്ടും. ഇനി അതല്ല, സാറ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എടുത്തോ. എന്താണിതാ? ഇവിടെ നോക്ക്, V = എന്താ? ഫ്രീക്വൻസി × ലാംഡ. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാണ്. ഫസ്റ്റ് ഫിഗറിൽ ഫ്രീക്വൻസി 3 ആണ്, ലാംഡ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണ് ഒന്നിവിടെ കൊടുത്തു നോക്ക്. എന്താ ഉത്തരം കിട്ടുക? ഫ്രീക്വൻസി 3, ലാംഡ വേവ് ലെങ്ത് തരംഗദൈർഘ്യം 4. അങ്ങനെയാണ് 4 × 3 എത്രയാ? 12. കണ്ടോ? ഈ 2 ഇക്വേഷൻ ഉപയോഗിച്ചാലും ആൻസർ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ സ്പീഡ് കിട്ടും. ഇനി അതല്ല, ഡിസ്റ്റൻസും ടൈമും ആണ് തന്നെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. അതിനാണ് 2 ഇക്വേഷൻ ഇവിടെ പഠിപ്പിക്കുന്നത്. സ്പീഡ് കാണാനുള്ള 2 ഇക്വേഷനാണ്. ഒന്ന് ഡിസ്റ്റൻസ് ബൈ ടൈം, അടുത്തത് ഫ്രീക്വൻസി × ലാംഡ. രണ്ടും പഠിച്ചു വെക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത് ഇതിനകത്ത് നിന്ന് ഫ്രീക്വൻസി കാണാൻ ചോദിച്ചാൽ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഇത് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തന്ന സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഫസ്റ്റ് കൊടുത്തത്. ഇനി അതല്ല, സ്പീഡും വേവ് ലെങ്ത്തും അറിയാമെങ്കിൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷനാണ് സെക്കൻഡ് കൊടുത്തത്. ഇനി അതല്ല, നമുക്ക് എന്തറിയാം? സ്പീഡും ഫ്രീക്വൻസിയും അറിയാമെങ്കിൽ ലാംഡ കാണാൻ, വേവ് ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷനാണ് മൂന്നാമത് കൊടുത്തത്. ഈ 3 ഇക്വേഷൻ പഠിക്കുന്നതിന് പകരം ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ? ഇതിൽ ഏതിനെയാണോ കാണേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൈകൊണ്ട് പൊത്തി പിടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് സ്പീഡാണ് കാണേണ്ടത്. അങ്ങനെയാണ് ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? കൈകൊണ്ട് പൊത്തി പിടിക്കുക. അപ്പോൾ എന്താ കിട്ടുക? സ്പീഡ് = F × ലാംഡ. ഓക്കെ അല്ലേ? ഓർമ്മ വേണേ, ഈ നടുത്ത വര ഇൻറ്റു ആണെന്ന് ആലോചിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതല്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫ്രീക്വൻസി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നോക്ക്, ആ ഫ്രീക്വൻസി F അങ്ങോട്ട് പൊത്തിപ്പിടിക്കുക. അപ്പോൾ ബാക്കിയുള്ള എന്താ? V/λ. കിട്ടിയോ? F = എന്താണ്? V/λ. ഇനി അതല്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? ലാംഡ അങ്ങോട്ട് പൊത്തിപ്പിടിക്കുക, ഈ ഭാഗം അങ്ങോട്ട് പൊത്തിപ്പിടിക്കുക. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടുക? ലാംഡ = V/F. കണ്ടോ? ഈ ട്രയാങ്കിൾ പഠിച്ചാൽ ഈ 3 ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓംസ് ലോയിലൊക്കെ പണ്ട് പഠിക്കുന്ന അതേ ട്രയാങ്കിൾ തന്നെയാണ്. സോ ഈ 3 ഇക്വേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് 2 പ്രോബ്ലം നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇതാണ് ഇവിടെ നമുക്കൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇംഗ്ലീഷിന്, രണ്ടാമത്തെ മലയാളം എടുത്തിന്. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ആരോ മാർക്കിൻ്റെ താഴെയുള്ളത് മലയാളം, മുകളിലുള്ളത് ഇംഗ്ലീഷ്. അങ്ങനെയാണ് ഫിഗർ വന്നിട്ടുണ്ട്. ഇതേപോലെ 2 ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി. എന്തൊക്കെ കാണണം? എഫ് കാണണം. ക്ലിയർ അല്ലേ? എഫ് കാണണം, ടൈം പീരീഡ് T കാണണം, അതുപോലെ വേവ് ലെങ്ത് കാണണം, തരംഗ ദൈർഘ്യം കാണണം, പീരീഡ് കാണണം, ആവൃത്തി കാണണം. ഓരോന്ന് കണ്ടാലോ? അങ്ങനെയാണ് ഫസ്റ്റ് ഫിഗർ നോക്കിക്കോളൂ നിങ്ങൾ. ദാ ഫിഗർ 1.30A നോക്കുക. ഇതാണ് നമ്മളുടെ ഫിഗർ. ആദ്യം നമുക്ക് അത് ചെയ്യാം. ഇവിടുന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വേഗം കണ്ടുപിടിച്ചേ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണേൽ ആംപ്ലിറ്റ്യൂഡ് കാണാം, പക്ഷേ ചോദ്യത്തിൽ ചോദിച്ചിട്ടില്ല. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എത്രയാടാ? 0.05 എത്രയാ? മീറ്റർ അല്ലേ? 0.05 മീറ്റർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. വേണ്ട, ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു സാർ എക്സാമ്പിൾ വെറുതെ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് വേണ്ട, ബാക്കി വേണ്ടത് കണ്ടുപിടിക്കാം. എന്താ അടുത്ത് ചോദിച്ചത്? എന്താ? ഫസ്റ്റ് വൺ ഫ്രീക്വൻസി അല്ലേ ചോദിച്ചത്? ഫ്രീക്വൻസി ആണെന്ന് നമുക്കറിയാലോ. എങ്ങനെയാണ്? നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ് അല്ലേ? ക്ലിയർ അല്ലേ? പക്ഷേ ഇവിടെ ടൈം കൊടുത്തിട്ടുള്ളത് എന്തെങ്ങനെയാ? നോക്കടാ, ടൈം കൊടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ വാല്യൂസ് അല്ലേ?
0 ഉണ്ട്, 4 സെക്കൻഡ്, 8 സെക്കൻഡ്, അങ്ങനെയാണ്. അപ്പോൾ 1 സെക്കൻഡിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഫ്രീക്വൻസി എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻ ഇൻ 1 സെക്കൻഡ് അല്ലേ? ഇവിടെ 1 സെക്കൻഡിൽ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ കണ്ടുപിടിക്കാൻ ഈ ഗ്രാഫ് വെച്ചിട്ട് അല്ലേ? പക്ഷേ സെക്കൻഡ് ഗ്രാഫിൽ വേണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? 1.30 B നോക്കടാ, നമ്പർ ഓഫ് വൈബ്രേഷൻ ഇൻ 1 സെക്കൻഡ്. ആ 1 സെക്കൻഡിൽ എത്ര വൈബ്രേഷനേ ഉള്ളൂ ഇവിടെ? നോക്കി, ഇതല്ലേ വൈബ്രേഷൻ? ദാ ഇവിടം മുതൽ ഇവിടം വരെയല്ലേ 1 സൈക്കിൾ എന്ന് പറയുന്നത്? ഇതല്ലേ 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾസേ ഉള്ളൂ? ഒരു സൈക്കിളല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി ഇവിടെ എന്താണ്? 1 ആണ് കേട്ടോ. സെക്കൻഡ് ഫിഗറിൽ ഫ്രീക്വൻസി എന്താണ്? 1 ആണ്. അല്ല, നമുക്ക് വേറെ വഴിയുണ്ട്. ആദ്യം ടൈം പീരീഡ് കണ്ടുപിടിച്ചേ. ടൈം പീരീഡ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാ. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈമിനെ അല്ലേ ടൈം പീരീഡ് എന്ന് പറയാം. നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയാം സൈക്കിൾ എന്താണെന്നുള്ളത് അല്ലേ? നോക്കടാ, ഇവിടം ഒരു ക്രസ്റ്റും അല്ലെ, ഒരു ശൃംഗവും, ഒരു ട്രഫും, ഒരു ഗർത്തവും, ഇതല്ലേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടം വരെ ട്രാവൽ ചെയ്യാൻ എത്ര സെക്കൻഡ് സമയം എടുത്ത്? ഇവിടെ എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ടൈമാണ് കേട്ടോ. നോക്കണം, എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. അങ്ങനെയാണ് ടൈം കൂടെ തന്നിട്ടുണ്ട്. എത്രയാ? 8 സെക്കൻഡ്. അങ്ങനെയാണ് ഒന്നാമത്തെ ഫിഗറിൽ ടൈം പീരീഡ് എത്രയാണ്? നോക്കിയേ, 8 സെക്കൻഡ്. നമുക്ക് നോക്കി കണ്ടുപിടിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ടൈം പീരീഡ് കിട്ടിയാൽ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ടൈം പീരീഡ് ഫ്രീക്വൻസി കാണാൻ F=1/T. പഠിച്ചത് ഓർക്കുണ്ടോ? അങ്ങനെയാണ് ഇവിടെ നോക്കടാ, ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് നമുക്ക് 8 ആണെന്ന് അറിഞ്ഞൂടെ? അത് ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? F=1/T. ദാറ്റ് മീൻസ് F=1/8. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം, വേണ്ട അല്ലാതെ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 0.125 ഹേർട്സ് ആണ് കിട്ടുക. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് അല്ലേ? അങ്ങ് ഫ്രീക്വൻസി കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യം വേവ് ലെങ്ത് കാണാനല്ലേ? വേവ് ലെങ്ത് നമുക്ക് നേരത്തെ പോലെ ഇവിടെ ഗ്രാഫിൽ കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? എക്സ് ആക്സിൽ ടൈം അല്ലേ തന്നത്? നേരത്തെ അങ്ങനെ ആയിരുന്നോ? ഈ ഫിഗറിൽ നോക്ക്, എക്സ് ആക്സിൽ എന്താ തന്നത്? ഡിസ്റ്റൻസ് അല്ലേ തന്നത്? നോക്കുക, ഇവിടെ നോക്ക്, ഇവിടെ എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് അല്ലേ തന്നത്? എന്നാൽ ഈ ഫിഗറിലോ എക്സ് ആക്സിൽ ടൈം അല്ലേ തന്നത്? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് തരാത്തത് കൊണ്ട് വേവ് ലെങ്ത് കാണാൻ പറ്റൂല. ഇത് നോർമലി നമുക്ക് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റൂല. അതിനാണ് ഇക്വേഷൻ പഠിപ്പിച്ചത്. എന്താ ഇക്വേഷൻ? നോക്കേ, വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്തറിഞ്ഞാൽ മതി? സ്പീഡ് അറിഞ്ഞാൽ പോരെ? സ്പീഡും ടൈം പീരീഡും അറിയാമെങ്കിൽ ഇക്വേഷൻ കിടക്കുന്ന മൂന്നാമത്തെ ഇക്വേഷൻ ഈ ബോക്സിൽ വരച്ചത്. സ്പീഡും ടൈം പീരീഡും അറിയാമെങ്കിൽ വേവ് ലെങ്ത് കാണാൻ അറിയില്ലേ? നോക്ക്, ഏതാണ് വരിക? λ=v/f. അതിന് സ്പീഡ് തന്നിട്ടുണ്ടോ? ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എന്താണ്? ദ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഓഫ് 2 waves ട്രാവലിംഗ് അറ്റ് സ്പീഡ് ഓഫ് 3.2 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന 2 വേവിന്റെ തരംഗത്തിന്റെ ഗ്രാഫാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് തന്നിട്ടില്ലേ? എത്രയാ? v എത്രയാണടാ? 3.2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം പീരീഡ് അറിഞ്ഞൂടെ? എത്രയാ? 8. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു? ബാക്കോട്ട് നോക്കുക. ഫ്രീക്വൻസി അല്ല നമുക്ക് ഇവിടെ കാണേണ്ടത്. എന്താ കാണേണ്ടത്? വേവ് ലെങ്ത് അല്ലേ? ഫ്രീക്വൻസി നമ്മൾ കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് എന്താ കാണേണ്ടത്? വേവ് ലെങ്ത് ആണല്ലോ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? λ എന്തായിരുന്നു? v/f ആണ്. ഓക്കെ, v/f. ഈ എഫ് എവിടുന്ന് കിട്ടി? ടൈം പീരീഡ് ഉണ്ട്. ഫ്രീക്വൻസി ഏതാ? 1/t. 1/t എന്ന് പറഞ്ഞാൽ എത്രയാ? 0.1/8 അല്ലേ? അപ്പോൾ എത്ര ആൻസർ വരിക? 0.125. അത് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ v/t എന്നുള്ള ഇക്വേഷൻ ലാംഡ. ഓക്കെ, ഈ ഇക്വേഷൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് v/t എന്ന ഇക്വേഷൻ വേറെ എടുക്കാം കേട്ടോ. ഏതായാലും മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? v എത്രയാടാ? 3.2. ഫ്രീക്വൻസി എത്രയാണ്? 0.125. ഇത് നമുക്ക് ആൻസർ ചെയ്താൽ എത്ര ആൻസർ കിട്ടുമെന്നറിയോ? സെയിം ആൻസറാ കിട്ടുക. എത്രയാ കിട്ടുക? 25.6 മീറ്റർ. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ കണ്ട് മാറണ്ട. ഇതൊരു 1/tf ആണല്ലോ. TM എടുക്കാം, നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഇങ്ങനെ നിങ്ങളിത് നോക്കിയാൽ മതി. ഇത് രണ്ടും ഇക്വേഷന് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും വരിക? 25.6 തന്നെയാണ് കിട്ടുക. ലാംഡ ആയതുകൊണ്ട് ഉത്തരം എന്തിലാ പറയുക? മീറ്ററിലാ പറയുക. കിട്ടിയോ? ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഫിഗറിന്റെ കേസ് കിട്ടിയോ?
അങ്ങനെയാണ് നിങ്ങൾ സെക്കൻഡ് ഫിഗർ ഈ വീഡിയോ പോസ് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. എന്തായാലും ഞാനിവിടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. എന്താണ് നോക്കിയേ, നമുക്ക് സെക്കൻഡ് ഫിഗർ നോക്കാം. എന്താണ് സെക്കൻഡ് ഫിഗർ വരുന്നത്? സെക്കൻഡ് ഫിഗറിൽ നമുക്ക് ഇവിടെയും ടൈം പീരീഡ് തന്നിട്ടുണ്ട് അല്ലേ. നോക്കടാ, എത്ര ടൈം പീരീഡ്? 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടൈം അല്ലേ. അപ്പോൾ ഇവിടെ 1 സൈക്കിൾ കംപ്ലീറ്റ് എടുത്ത ടൈം എത്രയാ? 1 ആണ്, 1 സെക്കൻഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രീക്വൻസി കിട്ടും, ടൈം പീരീഡ് കിട്ടി. ടൈം പീരീഡ് എത്രയാണ്? 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? എന്താ വരിക? 1 ടൈം പീരീഡ്. 1 ടൈം പീരീഡ് എത്രയാ? 1/1. അതായത് ഫ്രീക്വൻസി എത്രയാണ്? 1 ഹേർട്സ് ആണ്. കിട്ടി. ഓക്കെ അല്ലേ? ഫ്രീക്വൻസി 1 ഹേർട്സ് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? പീരീഡ് കിട്ടി, ഫ്രീക്വൻസി കിട്ടി. ഇനി എന്താ കണ്ടത്? തരംഗദൈർഘ്യം, വേവ് ലെങ്ത് അല്ലേ. ദാ ഇക്വേഷൻ വെച്ച് കണ്ടോ, ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ്? V/F ആണ്. സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? വി എത്രയാ? സെയിം ആണ്, പറഞ്ഞിട്ടുണ്ട്. 2 വേവും ട്രാവൽ ചെയ്യുന്ന ഒരേ സ്പീഡിലാ. 3/2. 3/2/F എത്രയാ? 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആൻസർ എന്തിനാ വരിക? 3.2 മീറ്റർ തന്നെയാണ് വരിക. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കടാ, കണ്ടാ, കറക്റ്റ് ആൻസർ അല്ലേ? 3.2. ഇപ്പോൾ ചെയ്ത അതേ സാധനം തന്നെ. ടൈം പീരീഡ് 1 ആണ്, സോ ഫ്രീക്വൻസി 1 ഹേർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ കൊടുത്താൽ എന്താ കിട്ടും? ലാംഡ ഈസ് ഈക്വൽ ടു V/F എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ആൻസർ 3.2 തന്നെയാണ് കിട്ടുക. നമുക്ക് കിട്ടിയ അതേ ആൻസർ തന്നെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ലെറ്റ് എസ് എസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്താണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ലെറ്റ് എസ് എന്ന് പറയുന്ന നമുക്ക് വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തിലുണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ മറ്റേ ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്, ഇവിടെ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ആണ്, കേട്ട് ഞെട്ടണ്ട. നമുക്ക് ഏത് വേവ് ആണെങ്കിലും ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ എന്താണ്? സെയിം ആണ്. ട്രാൻസ്വേഴ്സ് വേവ് ആയിക്കോട്ടെ, ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമായിക്കോട്ടെ, അനുപ്രസ്ഥ തരംഗമായിക്കോട്ടെ, ഇക്വേഷനിൽ മാറ്റല്ല, വേവിൻ്റെ ഡയഗ്രത്തിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയാണ്, ഇക്വേഷൻ സെയിം അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ തന്നത്? സ്പീഡ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്. എത്ര? 350 മീറ്റർ പെർ സെക്കൻഡ് എന്നാ തന്ന്. പിന്നെ എന്താ പറഞ്ഞത്? ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. സ്പീഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇനിയും ആവശ്യമുണ്ട് കേട്ടോ, വരുന്ന ഭാഗങ്ങൾ ഇനിയുണ്ട്. സ്പീഡ് ഓഫ് എയർ ആവശ്യം വരും, പഠിച്ചു വെച്ചോ. എയറിലൂടെ ഉള്ള സൗണ്ടിൻ്റെ സ്പീഡ്. ഓക്കെ, സൗണ്ട് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ, സൗണ്ട് ഓരോ മീഡിയത്തിലൂടെ ട്രാവൽ അറിയാം. നമുക്ക് സൗണ്ടിന് എന്ത് വേണം? മീഡിയ ആവശ്യമുണ്ട്, നമ്മൾ പഠിച്ചതാ. അപ്പോൾ അതുകൊണ്ട് ആ സൗണ്ട് ഓരോ മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് ഓരോ സ്പീഡാണ്. അപ്പോൾ എയറിലൂടെ പോകുമ്പോഴുള്ള സ്പീഡാണ് 350 മീറ്റർ പെർ സെക്കൻഡ്. ആലോചിക്കുക. അപ്പോൾ ക്വസ്റ്റിനിൽ തിരിച്ചു പോവാ. ഇവിടെ സ്പീഡ് നമുക്ക് 350 തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി അവിടെ തന്നിട്ടുണ്ട്. എടാ, ഹേർട്സ് കണ്ടാൽ അറിഞ്ഞൂടെ അത് ഫ്രീക്വൻസി ആണെന്ന്? 35 ഹേർട്സ് എന്ന് പറഞ്ഞാൽ അത് ഫ്രീക്വൻസിയാണ്, പഠിച്ചു വെക്കുക. ഹേർട്സ് ഫ്രീക്വൻസി ഉണ്ടല്ലേ. അപ്പോൾ 35 എന്താ കാണേണ്ടത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ? നോക്കണേ, ക്വസ്റ്റ്യൻ നോക്കണേ. എന്താണ്? 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എന്നാ പറഞ്ഞത്. ഇത് നമ്മളെ തെറ്റിക്കാൻ തന്നാ, നമുക്ക് തെറ്റുമോ? നമ്മളിത് പഠിച്ചതല്ലേ. എന്താടാ ഇവിടെ കാണേണ്ടത്? എന്താ? ലാംഡ. നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ നോക്കുക ക്വസ്റ്റ്യൻ എടുക്കുന്ന ആളുകൾ. എന്താണ്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തന്നാൽ കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇക്വേഷൻ എഴുതും. എന്താ? ലാംഡ ഈസ് ഈക്വൽ ടു V/F. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കിത് പുത്തരിയല്ല. ക്ലിയർ അല്ലേ? അങ്ങനെ ഡയറക്റ്റ് തന്നാൽ നിങ്ങൾ എഴുതാതെക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് പറഞ്ഞത്? വേവ് ലെങ്ത് എന്ന് പറയാതെ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ ഒക്കെ ചോദിക്കും. കണ്ടോ, അടിയിലും അതേ ക്വസ്റ്റിനാണ്. 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ. അതായത് 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള ദൂരം കാണാനാ. നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലടാ. എന്താണ്? വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓർ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ ഇൻ ദ കേസ് ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്. മറന്നോ? അല്ലെങ്കിൽ എന്താണ്? അനുദൈർഘ്യ തരംഗത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള ദൂരത്തിനല്ലേ വേവ് ലെങ്ത് എന്ന് പറയുക. സോ ഇവിടെ എന്താ കാണണ്ടേ? ഇവിടെ വേവ് ലെങ്ത് അല്ലേ കാണണ്ടേ? അതെ. സോ ഇക്വേഷൻ V/F നമുക്കറിയാം. എന്താണ് V? 350. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? 35. ഇത് ഡിവൈഡ് ചെയ്യാൻ ആരും പോണ്ട അല്ലേ. 35 350/35 കട്ട് ചെയ്ത് പോയിക്കൂടെ? അല്ലെങ്കിൽ 35ന്റെ മൾട്ടിപ്പിൾ അല്ലേ 350. 35നെ 10 കൊണ്ട് ഗുണിച്ചാൽ 350 കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് എത്രയാണ്? 10. വേവ് ലെങ്ത് ആയതുകൊണ്ട് യൂണിറ്റ് എത്രയാ? 10 മീറ്റർ. ദാ കിടക്കുന്നു ആൻസർ. സിമ്പിൾ അല്ലേ? അതിൻ്റെ താഴെ രണ്ടാമതൊരു ചോദ്യം ഉണ്ട്. എന്താ? വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് റെയർ ഫ്രാക്ഷൻ? നോക്കണേ, ആദ്യത്തെ ചോദ്യം കംപ്രഷൻ, 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഇടയിലുള്ള ലെങ്ത് എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 10. ഇനി അവർ അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ നമ്മളെ മണ്ടന്മാരാക്കാൻ വിചാരിച്ച മാതിരി നമ്മളങ്ങ് മണ്ടന്മാരാവുക. നമ്മൾ പഠിച്ചല്ലേ.
എത്രയാടോ? 2 കോൺസിക്യൂട്ടീവ് തമ്മിലുള്ള ഡിസ്റ്റൻസും 2 റെയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആണ്, അത് ലാംഡയാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാ. സോ 2 കേസിലും ആൻസർ എന്ത് തന്നെ? 10 തന്നെ. 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള ദൂരവും 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള ദൂരവും സെയിം ആണെന്നും അത് ലാംഡയാണെന്നും അതിനെ തരംഗദൈർഘ്യം എന്നും നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് തന്നെ? 10 മീറ്റർ തന്നെ. സോ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം ക്ലാസ്സുകൾ കണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൃത്യമാണോ ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.